ഓവർസീസ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സാം പിത്രോദയുടെ ഒരു പ്രസ്താവന എടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ വിഷയം കൊണ്ടുവന്നത്. അമേരിക്കയിലൊക്കെ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ ഒരു നല്ല ശതമാനം നികുതിയായിട്ട് ഗവൺമെന്റിലേക്ക് പോകും. അതൊരു പിന്തുടർച്ചാ നികുതി എന്നാണ് അവിടെ അതിനെ പറയുന്നത്. ഈ പിത്രോദ എന്ന് പറയുന്ന ആൾ അമേരിക്കയിൽ ജീവിക്കുന്ന ആളാ. അമേരിക്കൻ സാഹചര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ വിവരിച്ചത്. ഇതൊരു നല്ല കാര്യമാണെന്ന് അമേരിക്കൻ പശ്ചാത്തലത്തിൽ അദ്ദേഹം പറയുകയും ചെയ്തു. ഇത് ഉദ്ധരിച്ചുകൊണ്ടാണ് മോദിജി കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ പിന്തുടർച്ച നികുതി ഇന്ത്യയിൽ നടപ്പാക്കും എന്ന് പറഞ്ഞത്. കാരണം അങ്ങനെ വന്നാൽ നമ്മുടെ അപ്പന്റെയും അല്ലെങ്കിൽ നമ്മുടെ അമ്മയുടെയും ഒക്കെ പിതൃസ്വത്ത് അതിന്റെ ഒരു നല്ല ശതമാനം സർക്കാർ കൊണ്ടുപോകും, മക്കൾക്ക് അല്ലെങ്കിൽ പിന്തുടർച്ചക്കാർക്ക് ലഭിക്കില്ല. അത് ഒരു ആളുകളുടെ ഇടയിൽ ഒരു വലിയ കലക്കമുണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു ആശങ്കയുണ്ടാക്കാൻ, ഒരു ഭയം ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം പറയുകയാണ് ചെയ്തത്. പക്ഷേ പിന്നീടാണ് കാര്യങ്ങളുടെ സ്ഥിതി മനസ്സിലായത്, യഥാർത്ഥ അവസ്ഥ മനസ്സിലായത്. വാസ്തവത്തിൽ ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ പിന്തുടർച്ചാ നികുതിയെ പറ്റി സംസാരിച്ചത് മോദിയുടെ ആദ്യ ഗവൺമെന്റിലെ ധനകാര്യ സഹമന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹമാണ് പറഞ്ഞത് നമുക്ക് ഈ നികുതി കൊണ്ടുവരണമെന്നുള്ളത്. ഇത് 53 മുതലേ എസ്റ്റേറ്റ് ഡ്യൂട്ടി എന്ന പേരിൽ ഇന്ത്യയിൽ നിലവിലുള്ളതാണ്. പക്ഷേ 1985 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഇത് എടുത്തു കളഞ്ഞു. ആ എടുത്തു കളഞ്ഞ നികുതി വീണ്ടും കൊണ്ടുവരുമെന്നാണ് മോദിജി പറയുന്നത്. അപ്പോൾ അതിലെ ഒരു വൈരുദ്ധ്യം ആളുകൾക്ക് മനസ്സിലാകുമല്ലോ, അതവർക്ക് പെട്ടെന്ന് പിടികിട്ടുമല്ലോ എന്ന് ബോധ്യമായപ്പോൾ മോദിജി മറ്റൊരു ബുദ്ധി പ്രയോഗിച്ചു. അന്ന് 85 രാജീവ് ഗാന്ധി ഈ എസ്റ്റേറ്റ് ഡ്യൂട്ടി എടുത്തു കളഞ്ഞത് അമ്മയായ ഇന്ദിരാഗാന്ധിയുടെ സ്വത്തുക്കൾ അദ്ദേഹത്തിന് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അതിന്റെ ടാക്സ് സർക്കാരിലേക്ക് പോകാതെ മുഴുവൻ സ്വത്തും രാജീവ് ഗാന്ധിക്ക് തന്നെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് അന്ന് ഈ എസ്റ്റേറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്ന നികുതി. അത് നമ്മുടെ പിന്തുടർച്ച നികുതിക്ക് പകരമായിട്ട് 53 മുതൽ ഇന്ത്യയിലുള്ളതാണ്. അത് എടുത്തു കളഞ്ഞത് ഇതിനു വേണ്ടിയാണെന്ന് മോദിജി പറഞ്ഞു. അപ്പൊ കാര്യം ശരിയായി, ജനങ്ങൾക്കത് ബോധ്യപ്പെടും എന്നാണ് അദ്ദേഹം കരുതിയത്. പക്ഷേ അപ്പോഴാണ് മറ്റൊരു വസ്തുത പുറത്തു വരുന്നത്. 1970 തന്നെ ഇന്ദിരാഗാന്ധി അവരുടെ പിതൃസ്വത്തുക്കളെല്ലാം അലഹബാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നെഹ്റു മെമ്മോറിയൽ ഫണ്ടിന് കൈമാറിയിരുന്നു. പിന്നെ എങ്ങനെയാണ് 1985 രാജീവ് ഗാന്ധി ആ നിയമം റദ്ദാക്കിയാൽ സ്വത്തുക്കൾ കിട്ടുക? അത് മാത്രമല്ല, മറ്റൊരു വശമുണ്ട് ഈ ഒരു വിഷയത്തിന്. ഇന്നിപ്പോ സോണിയാഗാന്ധി അവരുടെ മക്കളാണല്ലോ രാഹുലും പ്രിയങ്കയും. അപ്പൊ ഈ സോണിയാഗാന്ധിയുടെ കൈവശം എന്തെങ്കിലും സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ അത് മക്കൾക്ക് കൊടുക്കേണ്ടി വരില്ലേ? അപ്പൊ കോൺഗ്രസ് വീണ്ടും എസ്റ്റേറ്റ് ഡ്യൂട്ടി കൊണ്ടുവരും. അതായത് 85 അമ്മയുടെ സ്വത്ത് കിട്ടാൻ വേണ്ടി രാജീവ് ഗാന്ധി റദ്ദാക്കിയ ഈ നിയമം ഇനി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കൊണ്ടുവരുമോ? ഇങ്ങനെ നിരന്തരമെന്നോണം ഈ കിട്ടിയ ഒഴിവില്, അതായത് കമ്മീഷൻ നടപടി എടുക്കാതിരുന്ന ഈ ഒരു 3 ദിവസം, തിങ്കൾ, ചൊവ്വ, ബുധൻ, ഈ 3 ദിവസങ്ങളിൽ നിരന്തരമെന്നോണം മോദിജി കോൺഗ്രസിനെതിരെ ഇത്തരത്തിലുള്ള അടിത്തറയില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു.